വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ്. വേറെ ആർക്കുമല്ല, ഞങ്ങളുടെ കസിൻ സിസ്റ്റർ സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവാണ്. ആൻഡ് ഷി വാസ് 7 months pregnant ഓൾസോ. സോ ഗൈസ്, ആളോട് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ആൻഡ് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി പ്ലാൻ ഇട്ട് ഞങ്ങളുടെ ആ സിസ്റ്ററുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് പോകാൻ പോവാണ്. ആൻഡ് രാത്രി ഏകദേശം 7-8 മണിക്കാവാനായിട്ട് രാത്രിയാണ് നമ്മൾ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് നമുക്ക് തിരുവനന്തപുരത്തുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ നേരെ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയി. കേക്കിലൊരു വലിയ കഥ ഉണ്ട്, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എടുത്ത കേക്ക് ഇതായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ മാറ്റി തന്ന് ഇനി നേരെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോവാം. ഓൾറെഡി ഒരു ടീമിന് നമ്മൾ ഓട്ടോറിക്ഷയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കുറേ ആൾക്കാരെ ഒരൊറ്റ വണ്ടിമേൽ നമുക്ക് കൊണ്ടുപോകാനാവില്ലല്ലോ. പിന്നെ മക്കളുള്ള ആയിട്ടുള്ള വേഗം അയച്ചു. പിന്നെ 1-2 പോപ്പറും ഈ മോംറ്റുബിൻ്റെ ആ സംഭവമൊക്കെ വാങ്ങി നേരെ പുരയിലെത്തി. അപ്പം ഇതാണ് നമ്മളെ കേക്ക് വാങ്ങിയത്. ഈ ഒരു സാധനം ഹി ആൻഡ് ഷിയും ഈ താഴെ പിക്ചറൊക്കെ ഞാൻ തന്നെ വരച്ചാട്ടോ. അപ്പം കേക്കിൻ്റെ കഥ എന്തായാലും ഞാൻ കൊടുക്കാം. പിന്നെ വീട്ടിലെത്തിയും ഈ കേക്കാണോ കാണിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ക്ലിപ്പുകളൊക്കെ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇനി അടുത്ത പരിപാടി ഫുഡാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ വലിയ ഹൈപ്പ് നോക്കണ്ട, ഞങ്ങൾ ഓൾറെഡി പള്ള ഫുള്ളാക്കി. പിന്നെ ഒരു വീട്ടിൽ പോയാൽ ഫുഡ് കഴിക്കൽ മസ്റ്റല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ നൂഡിൽസൊക്കെ വാങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നൂഡിൽസ് തീർന്നത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ട് അടുത്ത നൂഡിൽസിനായിട്ട് നമ്മൾ രാത്രി 10:30 പുറത്ത് പോയി. രാത്രി 10 മണിക്ക് നൂഡിൽസ് തീർന്നു പോയി ഗായ്സ്. സോ നൂഡിൽസ് വാങ്ങാൻ വന്നാണ്. ഞങ്ങൾ കാണണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മളിതാ മേഗി കഴിച്ച് വന്ന് സഹിച്ചതാ. ഇനി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് മുഷിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാട്ടോ. ബാക്കിൽ പലതും കാണും, അതൊന്നും മൈൻഡ് വെക്കണ്ട. അങ്ങനെ TV കണ്ടോണ്ട് എല്ലാവരും ഫുഡ് കഴിച്ച് ഇനി അടുത്ത പരിപാടി വെച്ചാൽ താത്തക്കുള്ള സർപ്രൈസ് ആണ്. അപ്പം നേരെ കേക്കൊക്കെ കൊണ്ട് മുകളിലോട്ട് പോവാണ്. പിന്നെ ആ വീട്ടിൽ താത്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സുഖം, അങ്ങനെ തോന്നി പോലെ നടക്കാം. ഗൈസ്, ഇപ്പൊ രാത്രി 12 മണി. നമ്മളിതാ നമ്മുടെ മോം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. വീടിന്റെ ബാക്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും ഉൾക്കാർക്കും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മോനുള്ള പ്രവർത്തനങ്ങൾ കണ്ടോളി കുറച്ചു നേരം. അങ്ങനെ ഏതായാലും ഞങ്ങളിതാ മോംറ്റുബിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് സെറ്റപ്പായി. അവസാനം മക്കളൊക്കെ കൂടി കേക്ക് നിന്ന അവസ്ഥ കാണാൻ. ഇപ്പം ഏകദേശം രാത്രി 12:30 ആയിട്ടു. ഉൾക്കാർക്കും ഒരു ഉറക്കമില്ല, കാരണം ഇവിടെ കേക്ക് ഉണ്ട്, അത് തിന്നിട്ടേ വേറെ എന്തുണ്ട്. ഇനി നേരെ ഉറങ്ങണം. എന്നിട്ട് നാളെ അല്ലറ ചില്ലറ പരിപാടികളും ഉണ്ട്. അപ്പം ഗൈസ് ഉറങ്ങാം. രാവിലെ തന്നെ ആയിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ മാറ്റി നിൽക്കണല്ലേ. അപ്പം നമ്മളിതാ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പോകാം. പുറത്തോട്ട് വെച്ചാൽ വണ്ടിയിലൊന്നല്ല കേട്ടോ, ചുമ്മാ കാൽനടയായിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നാൽ താഴെയായിട്ട് ഒരു പെട്ടിപ്പീടിയുണ്ട്. ഈ ഒരു പീടി നോക്കും, പണ്ടത്തെ നൊസ്റ്റു അടിക്കുന്ന സാധനമല്ലേ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നടക്കുന്ന ഏകദേശം ഒരു 10 ദിവസം മുന്നെയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇങ്ങനെ നിന്നു. ഇത് സാധനമൊക്കെ ആർക്കെങ്കിലും ഓർമ്മ കേട്ടോ. ഞാനൊക്കെ എൻ്റെ പണ്ട് ചെറുപ്പത്തിൽ കഴിച്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു.